നിരവധി സമര പോരാട്ടങ്ങൾ കണ്ടവരാണ് മലയാളികൾ. സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മൾ വലിയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഞാൻ സമരങ്ങളുടെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഇതാ ഒരു പുതിയ സമരം. അത് പുതിയതൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് അത് പലതവണ കേരളം കണ്ടതാണ്. എന്നാലും ഒരു പുതിയ സമരം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സത്യാഗ്രഹം ഇരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ പാളയത്ത് സ്ഥിതി ചെയ്യുന്ന രക്തസാക്ഷി മണ്ഡപത്തിൽ. എന്തിനാണ് ഈ സമരമെന്നുകൂടി പ്രേക്ഷകർ അറിയണം. മറ്റൊന്നുമല്ല, കേരളത്തിന് കടം വാങ്ങാൻ കേന്ദ്രം അനുമതി നൽകുന്നില്ല. അതുകൊണ്ട് അനുമതി തേടി, അതായത് കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുന്നു. എങ്ങനെ? കടം വാങ്ങാൻ അനുവദിക്കാതെ. അതുകൊണ്ട് കടം വാങ്ങാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടാണ് കേരളം സത്യാഗ്രഹം ഇരിക്കുന്നത്. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. മുമ്പൊരിക്കൽ നാം ഈ കേരള സർക്കാർ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നു, അത് പുനഃസ്ഥാപിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയി നാണം കെട്ട കഥയൊക്കെ നമുക്ക് അറിയാം. വയനാട് ദുരന്തത്തിൻ്റെ വിഷയം കേരള ഹൈക്കോടതിയിൽ എങ്ങനെയാണ് കേരളത്തിന്, സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായതെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കേന്ദ്രത്തിലും സുപ്രീം കോടതിയിലും ഒക്കെ ഈ വിഷയത്തിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാം. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. 2017 കേരളത്തിൻ്റെ പൊതുക്കടം എന്ന് പറയുന്നത് 1,80,000 കോടി രൂപയായിരുന്നു. അത് 2022 ആയപ്പോഴേക്കും 3,32,000 കോടിയായിട്ട് വർദ്ധിച്ചു. 2026 അത് 6 ലക്ഷം കോടി കടക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ കടം ഒരു വലിയ കടമല്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത്. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളുടെയും റവന്യൂ വരുമാനം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ കടം വളരെ കൂടുതലാണ്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും കടം വാങ്ങാം, കാരണം അവർക്ക് അതിനനുസരിച്ച് റവന്യൂ ഉണ്ട്. ഇവിടെ കടം വാങ്ങുന്നത് നമ്മുടെ റവന്യൂ അനുസരിച്ചാണോ, വരവനുസരിച്ചാണോ? മാത്രമല്ല, മറ്റു പല സംസ്ഥാനങ്ങളും കടം വാങ്ങുന്നത് അവിടെ പുതിയ, അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ പുതിയ വ്യവസായ സംബന്ധമായ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ ആ വരവ് അവർക്ക് വാങ്ങുന്ന കടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താം. ഇവിടെയോ കടം വാങ്ങുന്നത് പഴയ കടത്തിൻ്റെ പലിശ കൊടുക്കാൻ, അതുപോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാൻ, അതുപോലെ പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ കൊടുക്കാൻ, അതുപോലെ സാമൂഹ്യ സുരക്ഷ, അതായത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ, ഇതിനൊക്കെയാണ് കടം വാങ്ങുന്നത്. ഈ വാങ്ങിയ കടം എങ്ങനെ വീട്ടും എന്ന് ചോദിച്ചാൽ ശ്രീ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല. അദ്ദേഹം കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുന്നു എന്ന മറുപടി പറഞ്ഞ് ഒഴിയുകയാണ് പതിവ്. ഇക്കാര്യം എന്തായാലും കേരളത്തിലെ മാധ്യമപ്രവർത്തകരാരും ചോദിക്കാറില്ല. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച്, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ഈ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ചൊന്നും വലിയ പിടിയില്ല, വലിയ അറിവില്ല. പത്രങ്ങളിലെങ്ങാനും ഇത് സംബന്ധിച്ച് സാമ്പത്തിക വിദഗ്ധരാരെങ്കിലും ലേഖനം എഴുതിയാൽ കൊള്ളാം. അല്ലാതെ കേരളത്തിലെ ഒറ്റ റിപ്പോർട്ടർക്ക് പോലും ഇതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അവർ മുഖ്യമന്ത്രിയോട് ധൈര്യസമേതം ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തയ്യാറല്ല. കാരണം ചോദിച്ചാൽ അവരുടെ പൂച്ചു പുറത്താകും. വലിയ അറിവുണ്ട് എന്ന് നടിച്ച് തലയൊക്കെ ഉയർത്തി നടക്കുന്ന കേരളത്തിലെ മാപ്രകൾക്ക് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ കേരളത്തിൻ്റെ പൊതുക്കടത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ റവന്യൂ ഡെഫിസിറ്റിനെ കുറിച്ചോ കേരളത്തിൻ്റെ വരവിലുണ്ടായിരിക്കുന്ന ഇടിവ്, അതുമാത്രമല്ല ഇവിടുത്തെ നികുതി കുടിശ്ശികയെക്കുറിച്ചോ ഒന്നും ശരിയായ ധാരണയില്ല.
കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വർഷാവർഷം പുറത്തുവിടുന്ന റിപ്പോർട്ട് ഒരു വാർത്തയാക്കും എന്നുള്ളത് ഒഴിച്ചാൽ, ഏറി വന്നാൽ ഒരു ദിവസത്തെ ചാനൽ ചർച്ച എന്നത് ഒഴിച്ചാൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച്, സമ്പദ് വ്യവസ്ഥ തകർന്ന് താറുമാറായതിനെക്കുറിച്ച് കേരളത്തിലെ മാപ്രകൾക്കും അറിയില്ല. ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് സമരം ചെയ്യാൻ അർഹതയുണ്ടോ, അധികാരമുണ്ടോ, അവകാശമുണ്ടോ, അതിന് യോഗ്യതയുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആശമാരുടെ സമരം കാണാത്ത, അതുപോലെ ഈ PSC പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം നിയമനം ലഭിക്കാതെ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരുടെ സമരം കാണാത്ത മുഖ്യമന്ത്രി താൽക്കാലിക ജീവനക്കാരെ അധികാരമില്ലെങ്കിൽ, അതായത് ഭരണഘടന അനുസരിച്ച് നിയമവിരുദ്ധമായി അവരെ സ്ഥിരപ്പെടുത്താൻ നിൽക്കുന്ന മുഖ്യമന്ത്രി, അതായത് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ താൽക്കാലിക ജീവനക്കാരുടെ സ്ഥിരത്വം, അവരെ സ്ഥിരപ്പെടുത്തി സർക്കാർ ജോലിയിൽ സ്ഥിരപ്പെടുത്തി നൽകുന്നതിലൂടെ ലഭിക്കുന്ന വോട്ടിനപ്പുറത്തേക്ക് യാതൊരു ചിന്തയുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇല്ലെങ്കിൽ ഈ 2017 അദ്ദേഹം 2016 അധികാരമേറ്റ് ഒരു വർഷം കഴിയുമ്പോൾ 1,80,000 കോടി രൂപയായിരുന്ന കടം ഇന്ന് 6 ലക്ഷം കോടിയിലേക്ക് എത്തി നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം മറുപടി പറയേണ്ടതല്ലേ? ഈ ഇത്രയും കടം വരുത്തി കൂട്ടിയിട്ടും വർദ്ധിപ്പിച്ചിട്ടും ഇപ്പോഴും പഴി പറയുന്നത് കേന്ദ്ര സർക്കാർ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ്. ഇതെന്തൊരു നീതികേടാണ്! ഒന്ന് ആലോചിച്ചു നോക്കൂ. കേരളത്തിൽ പിറക്കും സന്തതികളെ ജനിക്കുമ്പോൾ തന്നെ വലിയ കടക്കാരാക്കി മാറ്റുന്ന, ആൾക്കാരുടെ തലയെണ്ണി കടം വാങ്ങി ദൂർത്തടിക്കുന്ന ഒരു സർക്കാരും മുഖ്യമന്ത്രിയുമാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അങ്ങനെ പറയുന്നവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ഈ കേരള മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന്, ഭരണപക്ഷത്തോടൊപ്പം നിന്ന് ഞങ്ങൾ സമരം ചെയ്യാൻ തയ്യാറല്ല. കാരണം ഇവർ പുറത്ത് സമരം ചെയ്യും, അകത്ത് BJPയുമായിട്ട് അന്തർധാര വളരെ ശക്തമാണ്. മോദിയോടും അമിത്ഷായോടും അകത്ത് കയറി കെട്ടിപ്പിടിക്കുന്ന നയമാണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്നാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്നാൽ കേരളത്തെ വിഴുങ്ങിയിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അത്യാവശ്യം സാമ്പത്തിക വൈദഗ്ധ്യമുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും ഒരക്ഷരം പറയുന്നില്ല എന്നിടത്താണ് കേരളത്തിലെ ഓരോ പൗരന്റെയും ഗതികേട്. ഈ പറയുന്നത് പോലെ ഓരോ മലയാളിയും ഗതികെട്ടിരിക്കുന്നത് അവിടെയാണ്. ഈ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന കേരളത്തിൻ്റെ നയം തെറ്റാണ് എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല. ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം ഭരണപക്ഷം വരുത്തുന്ന തെറ്റുകൾ ശക്തമായി എതിർത്ത് രംഗത്ത് വരികയും വിമർശിക്കുകയും അത് തിരുത്തിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവിടെ അന്ധമായ BJP വിരോധം, രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്ന പ്രതിപക്ഷത്തിനും കേന്ദ്രത്തിനെതിരെ, കേന്ദ്രത്തിൽ അവിടെ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആണ്, അതുകൊണ്ട് തന്നെ ഭരണപക്ഷമായിരിക്കുന്ന BJPയെ എതിർക്കുക എന്നതിൽ കവിഞ്ഞ് കേരള മുഖ്യമന്ത്രി ചെയ്തു കൂട്ടുന്ന ഈ തെറ്റുകളുടെ, ഈ പാവങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഒരക്ഷരം തന്നെ പ്രതിപക്ഷവും പറയുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. 2004 മുതൽ 2014 വരെ UPA സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ കേരളത്തിൽ നിന്ന് ലഭിച്ച ഗ്രാന്റ് എത്രയാണെന്ന് നമ്മുടെ പാർലമെന്റിൽ പരസ്യമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞതാണ്. അന്ന് ജോൺ ബ്രിട്ടാസ് ആ സഭയിലെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം മുങ്ങി. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് MP-മാർ, കോൺഗ്രസിൻ്റെ MP-മാർ ജയിച്ചവിടെ പോയവരുണ്ട്. അവർ ഒരക്ഷരം മിണ്ടിയില്ല, വെച്ച നാക്കെടുത്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് മുന്നിൽ കണക്കുകളാണ് സംസാരിക്കുന്നത്, തെളിവുകളോടുകൂടിയാണ് ധനമന്ത്രി സംസാരിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ MP-മാർ എങ്ങനെ അതിനെ നിഷേധിക്കും, എങ്ങനെ അതിനെ നിരാകരിക്കും, എങ്ങനെ അതിനെ ചോദ്യം ചെയ്യും? ഒന്ന് മാത്രമല്ല, 2004 മുതൽ 2014 വരെ കേരളത്തിന് കിട്ടിയത് 50,000 കോടി രൂപയാണെങ്കിൽ 2014 മുതൽ 2024 വരെ കേരളത്തിന് കിട്ടിയത് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ്. ഈ ഗ്രാൻഡിൻ്റെ
അതിൻ്റെ കണക്ക് നിർമ്മല സീതാരാമൻ എണ്ണി എണ്ണി പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ MP-മാർക്കും അതുപോലെ കേരളത്തിൻ്റെ ഭരണ പ്രതിപക്ഷത്തിരിക്കുന്ന MLA-മാർക്കും 140 MLA-മാർക്കും പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഇപ്പോൾ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിന്, റവന്യൂ വരുമാനം എവിടെ പോയി, നികുതി കുടിശ്ശിക വർദ്ധിച്ചതെങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം പറയാത്ത മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. എന്തൊരു അരോചകമാണ്, എന്ത് അരാജകത്വമാണ് കേരളത്തിൽ നടമാടുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ കേരളം സത്യത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി പിളർന്ന് കേരളത്തെ വിഴുങ്ങാൻ നിൽക്കുകയാണ്. എന്നിട്ടും ആ നികുതി കുടിശ്ശികയെങ്കിലും പിരിച്ചെടുക്കാൻ തയ്യാറാകാത്ത, ഈ കടം വാങ്ങി ദൂർത്തടിക്കുന്നത് ഒഴിവാക്കാത്ത, മുണ്ട് മുറുക്കി ഉടുക്കാൻ തയ്യാറാകാത്ത സർക്കാർ, കേന്ദ്ര പദ്ധതികൾ കൃത്യമായി നേടിയെടുത്തുകൊണ്ട് ആ പണം ഉപയോഗിച്ച് കേരളത്തിൻ്റെ വികസനം സാധ്യമാക്കാൻ തയ്യാറാകാത്ത സർക്കാരും മുഖ്യമന്ത്രിയുമാണ് കേന്ദ്രത്തിനെതിരെ വാളോങ്ങി നിൽക്കുന്നത്. ഇല്ലാത്ത കുറെ നുണക്കഥകൾ പറഞ്ഞുകൊണ്ട് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. കേരളത്തിൽ ജീവിക്കുന്ന ഓരോ മലയാളിയും ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ വന്നുകൂടി, ഈ കടം എങ്ങനെ വർദ്ധിച്ചു എന്ന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.